അപ്പൊ ഇന്നത്തെ പരിപാടി ഞങ്ങളുടെ ടൊമാറ്റോ റൈസ് ആണ്. കഴിഞ്ഞ ദിവസം കടയിൽ പോയിട്ട് ആരാണ്ടും കൂടെ ഞാനും അല്ല പിന്നെ അച്ഛനായിരിക്കും. അപ്പൊ തക്കാളി ഒരു കിൻഡല് മേടിക്കണമെന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു തക്കാളി റൈസ്, തക്കാളി സാധനം, തക്കാളി ചോറ് ഇതെല്ലാം തന്നെയല്ലേ. മൂർച്ചുള്ള ഒരു കത്തി കൊടുത്തില്ല. മൂർച്ചുള്ള ഒരു കത്തി വീട്ടിലില്ല. തക്കാളി ഇത്ര സമയം ഇത് വയറ്റിൽ പോകുന്നത് ഒരേപോലെ, ബാക്കിൽ കൂടെ പോകുന്നത് ഒരേപോലെ. അപ്പൊ പിന്നെ നിനക്ക് എന്താ പ്രശ്നം? മിഥുന് ഏസ് മേടിക്കാൻ പോയപ്പോഴേ ഭംഗിക്ക് അരിയാൻ മേടിച്ചൊരു സാധനം അവിടെ ഉണ്ട്. ആർക്ക് മേടിച്ച വേണമെന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ കാണിച്ചു. ഞാൻ ഈ സാധനമല്ല ഉദ്ദേശിച്ചത്. അല്ല ഓ കാർഡിൽ അബൂബയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ല് പിടിച്ച് പിരിയോ രണ്ടും കൂടെ ഇപ്പൊ നോക്കി വെട്ടി കണ്ടിച്ചേക്കുന്നത്. ഇത് മൂർച്ചില്ലാത്ത കത്തിയാണ്. ഞാൻ എന്ത് കാണിക്കാനാ? തക്കാളി ഒരു മുറിയില്ല. എത്ര സിമ്പിളായിട്ട് കട്ടിയാവുന്നതാണ് തക്കാളി. അത് ഒരു മുറിയില്ല. അറിയാൻ പാടില്ല പറയുന്നത്. രാജിവെച്ചു. ഞാൻ ഇട്ട് പോ. തീർന്നത്തിന് ഇതുണ്ട്. തക്കാളിയുടെ മോളുവശം കട്ട് ചെയ്ത് കളയണമെന്നാണ് ഇതാണ്. ഇങ്ങനെയൊക്കെ കട്ട് ചെയ്താൽ ഉണ്ടാവും. എന്റെ അച്ഛന്റെ അമ്പാനിയേക്കാൾ പണമുണ്ട്. ആയതിനാൽ എനിക്ക് കുഴപ്പമില്ല. തോന്നു നിങ്ങൾ നോക്കിക്കോ. ഞങ്ങളുടെ വീഡിയോ ഡെയിലി വരും അല്ല അമ്മ? അമ്മ ഇനി പോലെ അങ്ങനെ നന്നാകാൻ തീരുമാനിച്ചെന്ന് പറയണേ. എല്ലാ ദിവസവും രാവിലെ 2 മണിക്ക്. എല്ലാ ദിവസവും രാവിലെ 2 മണിക്ക് സവാള അരിയാൻ പറഞ്ഞിട്ട് 50 അരി കഴിക്കണം. അപ്പൊ നമുക്ക് സവാള ഓക്കെ. പുറത്ത് കണ്ടി കളവില്ലേ എനിക്ക് അവസാനം കത്തി കൊണ്ടിരിക്കും. ഇതിലൊക്കെ കത്തി കൊണ്ടിരിക്കുന്ന സാധനം കുഴപ്പമില്ലാന്നുള്ളൂ. പുറത്ത് ചണ്ടി തന്നെ ഉണ്ട് 1 കിലോ. ഇയാള് പോകും. കഴിഞ്ഞു. അതിന് ചണ്ടിയില്ല. അതെന്താ? നിങ്ങളുടെ വീട്ടില് അരിയാനായിട്ട് മേടിച്ചോ? സവാളയൊക്കെ വെട്ടുന്നില്ലേ? കുക്കുംബറൊക്കെ വെട്ടത്തില്ല. ഇതിനൊക്കെ അല്പം നമ്മളിനി പച്ചമുളക് അരിയാൻ പോകുന്നു. പച്ചമുളക് അതെ. ഒരു സംശയം ചോദിക്കട്ടെ, കുക്കറിൽ ഉണ്ടാക്കണോ? വേഗം ഉണ്ടാക്കി തീർന്ന ക്ലാസ് ഉണ്ട്. കുക്കറിൽ മതി. സോറി, ഇതിൽ മുളക് അരിയാൻ പറ്റില്ല. കളയും പോയി. മുളക് ഇപ്പൊ നമ്മുടെ ആത്തോലമ്മ ഉണ്ടാക്കും. അത് ഓ ആ മുളക് മിടുക്കൻ. സാലഡ് വേണ്ടേ? സാലഡ് വേണ്ട. ഇതുപോലെ കഴുകട പൊട്ട കഴുകിയ കൈ തന്നെ അല്ലേ? കയ്യാതെ സോപ്പ് കഴുകടാ. കണ്ണ് കഴുകി തരാനൊന്നും അറിയില്ല. പെണ്ണ് കെട്ടണം. കെട്ട് വന്നാലും മതി കഴുകി തരാൻ. അപ്പൊ നമ്മുടെ തക്കാളി സവാള എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പാചകത്തിൽ കിടക്കാം. അതിനുവേണ്ടി ഇത്തിരി മല്ലിയില കുനു വന്നിട്ടുണ്ട്. എപ്പം വരുന്നുണ്ട്. ഇത് സമ്മതിച്ചു. ഞാനൊന്നും അരിഞ്ഞാൽ വേണ്ട. എങ്ങനെ ഉണ്ടാക്കുക? എല്ലാം കൂടെ പാത്രത്തിൽ ഉപയോഗിക്കണത്തുള്ളൂ. ഉണ്ടാക്കിക്കോളൂ. തേങ്ങാപ്പാലും കൂടെ ഒഴിക്കാം. ഞാൻ ഉണ്ടാക്കണത് തേങ്ങാപ്പാൽ വേണ്ട.
വേറെ എന്തൊക്കെ വേണം? മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മല്ലിപ്പൊടി വേണം. ബിരിയാണി മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക. ഇതാണോ തന്റെ കുനുകുനെ? ഇപ്പൊ കാണിച്ചു തരാം. ആ കൈ കൊണ്ടായിരുന്നേടാ നീ ഒന്ന്. എനിക്ക് പോലത്തെ കൈയില്ല. ഏട്ടാ കൈ സൂക്ഷിച്ച്. വല്ലാതെ മായല്ലേ പൊന്നേ. മതി 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 അരി അരി അരി. ഇതല്ല കുനുകുനു. ഇതാ ആദ്യം കഴിയുമ്പോ പന്നമനാവും. വരണ്ട് ഇവന് അടുക്കളയിൽ ഒരു പണി എടുക്കുമ്പോ വൃത്തിക്ക് ചെയ്യാന്നുള്ളതില്ല. അതിന് നല്ല കത്തി വേണം. വലിയ വലിയ ഷെഫുമാരുടെ കത്തി ഉണ്ടോ? നീ എന്ത് ഷെഫ്? നിനക്ക് ചായ ഉണ്ടാക്കാൻ അറിയുമോ? ഞാൻ ഉണ്ടാക്കുന്ന ചായയുടെ ചായയുടെ ഒന്നുമില്ല. 4 ഗ്ലാസ് 5 ഗ്ലാസ് കുടിക്കുന്ന ആൾക്കാരോട് ഉണ്ട്. ഞാൻ കുടിക്കാറില്ല. ചായയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. എന്നെ കെട്ടുന്ന പെണ്ണിന്റെ ഭാഗ്യം. ഈശ്വരാ ദൈവമേ. സ്വാദിഷ്ടമായ ഭക്ഷണം. എന്റെ പൊന്നു മോളെ, അതായേ ആരായാലും കൊള്ളാം. ആരായാലും വിദ്യാധാരണയാണ് അതൊക്കെ. ആകാശേ നീ എന്താ ചെയ്യണ്ടേ? അഞ്ചി ആ വെളുത്തുള്ളി കിടന്ന് ചതക്കണം. എന്റെ ബിരിയാണിയിൽ എങ്ങനെ? നിന്റെ ബിരിയാണി അല്ലത്. നിങ്ങൾക്ക് എന്റെ ബിരിയാണി വേണോ നമ്മുടെ ബിരിയാണി വേണോ? കമന്റ് ചെയ്യും. അമ്മയുടെ എനിക്കറിഞ്ഞത് ഇതൊന്നും ചതച്ചെടുക്ക്. അടുത്തോ ചതക്കണോ? അരിഞ്ഞിട്ട് കാര്യമില്ല. തരൂ. പൊട്ടം തന്നെ. സംശയം ഉണ്ടോ? ഉപ്പ വരെ പറഞ്ഞു. അതാ മിക്സി കിട്ടും. കറക്കിയാ മതിരാ. കറക്കിക്കോളൂ. അപ്പൊ ഇത്രയുള്ള പരിപാടി. ഇത്ര സാധനങ്ങൾ വെച്ച് നമ്മളൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ കൂടുമ്പോ ഞാനേ കുറച്ച് നെയ്യും ബാക്കി ഓയിലാട്ടോ. കശുവണ്ടി, ഇതൊക്കെ ഓപ്ഷണലാണ്. ഇവിടെ ഈ ഇത്തിരി വാസനയുള്ള ചോറിനൊക്കെ ഇത് ചേർക്കണം ഇഷ്ടമാണല്ലോ. ഇത് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രധാന പരിപാടി കശുവണ്ടി മുന്തിരി വറക്കല്. വറുത്ത് കഴിയുമ്പോൾ നമ്മൾ തിന്നും. വേഗം പോരെടുക്കുമ്പോ കരിയുപ്പ എണ്ണയൊക്കെ തിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല. പട്ട, ഗ്രാമ്പു, ഏലക്കായ, ബേ ലീഫ്. ഇതോ സവാള ഇട്ടു. സവാള നമ്മൾ കുറച്ച് സബോള എടുത്തിട്ടുണ്ട്. സബോളെ നീ ഒന്ന് ഒരു നീ ഒന്ന് കൂടി. അമ്മ എനിക്ക് തരാണ്ട് അവക്ക് വശമുണ്ടി മുന്തിരി കൊടുക്കും. ഞാൻ എടുക്കാൻ വന്നാ എടുത്ത് കഴിക്കേ. എനിക്ക് വറുത്തത് വേണം. വറുത്തത് ഞാൻ കഴിച്ചിട്ടില്ല. ആ വറുത്തത് അവക്ക് വറക്കാത്താണ് എനിക്ക് വറുത്തത്. ഒരു മുന്തിരി ഒരു കശുവണ്ടി അമ്മ എനിക്ക് എടുക്കുക. നോക്കൂ, കണ്ട കണ്ട, അതാണ് മാതൃസ്നേഹം. മാതൃഭജനം. ബാക്കി പച്ചമുളക് വെച്ചിരിക്കുന്ന ഞാൻ സാലഡും കൂടെ ഇടാൻ കേട്ടോ. ഒരു വേണ്ട സംതിങ് ഓരോഴുമ്പോ കാണിക്കാൻ പറ്റില്ല. നോക്കൂ, ബിരിയാണി കശുവണ്ടി മുന്തിരി മല്ലിയില തൈ മേടിച്ചോണ്ട് വരാം. അത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നമ്മൾ ഐശ്വര്യമായിട്ട് അങ്ങനെ തുടങ്ങുന്നു. അപ്പോൾ വഴണ്ട് വരണം. അപ്പോൾ നമ്മൾ എന്നിട്ട് തക്കാളി ഇടും അല്ലേ മാം? തക്കാളി ഇടാൻ സമയമായിട്ടിരിക്കണു. തക്കാളി വന്നിട്ട് നിങ്ങൾ കാണിക്കുന്ന അമ്മ ഇട്ട് കഴിഞ്ഞു. അതാണ് എൻ്റെ അമ്മ. എല്ലാത്തിനും പെപ്പറോളം കൂടുതൽ. കുറേ നാളെ ഞാൻ വീഡിയോയിൽ വന്നിട്ട് ഇന്നൊരു ദിവസം വീഡിയോ വരാൻ വെച്ചു. എനിക്കൊന്ന് ഫേമസ് ആവണം. സീമക്കണം മാത്രം ഫേമസ് ആയപ്പോൾ. അപ്പോൾ ടൊമാറ്റോ റൈസിന് പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയ സവാളയും തക്കാളി നമ്മൾ ചേർത്തു. ഇനി ഇത് വഴണ്ട് വരണം. ഓടയണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി,
ഓരോ ടീസ്പൂൺ. പിന്നെ ഗരം മസാല 1 ബൗള്. അപ്പൊ എന്തൊക്കെ ചേർത്താൽ ആദ്യം ഒരു പറയൂ. പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ബേ ലീഫ്, സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല. അത് ഞാൻ ഇളക്കിക്കൊണ്ടിരുന്നല്ലേ, പിന്നെ അതിൻ്റെ ഇടയിൽ വന്നെന്തിനാ എന്തൊരു പാടാൻ നോക്കി. സിമ്മാക്കിയോ? സിമ്മാക്കൂ, അടി പിടിക്കും. ഇളക്കിയാ മതി. ഞാൻ എടുത്ത് കയ്യനാണ്. ഇതാ നമ്മുടെ തക്കാളി ഇങ്ങനെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഉടയാണ്ട് നമ്മൾ ഉപ്പ് ചേർക്കണം ആവശ്യത്തിന്. നമ്മൾ അരിയും കൂടെ ചേർക്കണ്ടല്ലോ, അപ്പൊ അതിന് പാകത്തിന് നമ്മൾ ഉപ്പ് ചേർക്കണം. വാഴ തേങ്ങ എന്തുവാ കാണിക്കുന്നേ? ഇതൊരു ബഹള കണ്ടത്. ഇങ്ങനെ തന്നെ ചോറിൻ്റെ കൂടെ കൂട്ടിയാലും മതി. ഇത് ഇച്ചിരി എനിക്ക് മാറ്റാൻ പറ്റുമോ അമ്മേ? ചിരി ചിരി ശരിയല്ലേ? അതാ ഞാൻ ചോദിച്ചത് എങ്ങനെ ഉണ്ടാക്കണേന്ന്. ഒന്നിച്ചിട്ടാ കുഴക്കണേന്ന് വെച്ചപ്പോ ഞാൻ ചോറ് ആദ്യം ഇടുന്നു. അപ്പൊ നമ്മള് തേങ്ങാപ്പാല് ചേർത്താനൊന്നും ഉണ്ടാക്കണം. ആ മതിയാവും. ആ മതി, എനിക്കും ചോറിനത് മതിയാവും. ഇത് തേങ്ങാപ്പാല്. ഓ, മോൾക്ക് കൊടുക്കണ എന്തേ തേങ്ങാപ്പാല് മിക്സ് ചെയ്ത് കൊടുക്കണു. സ്നേഹനിധി അമ്മ മോളോട് മാത്രമുള്ള സ്നേഹനിധി. മോനോട് കൈമാറ്റേ മോനോട് സ്നേഹം കൊടുക്കാത്തതിനാണ് തടിമാട തിങ്ങിയിരിക്കണത് 100-200 കിലോ ആയിട്ട്. അപ്പൊ നമ്മൾ അരി ചേർക്കാൻ പോണേ. നന്നായുള്ള കുറ്റം പറഞ്ഞനാ. ഈ കയ്യൊന്ന് ഒതുക്ക് വീഡിയോ എടുക്കണ്ടേ? എന്തൊരു ബഹളോണി എടുക്കളേ. ആ ഏട്ടനാണ് ബഹളം ഒന്നും ഇടുന്നത്. മാറൂ, അറിയാനും പാടില്ല. കൈ കഴുകിയായിരുന്നാ? ചേർക്കണം. ഒരു കാര്യം മറന്നുപോയില്ല ഞാൻ. മല്ലിയില ഇട്ടിട്ടില്ല. അത് പിന്നെ ഭംഗിപ്പെടുത്താനിടാം. എത്ര ഒച്ച ഉണ്ടാക്കിയാലും നമ്മുടെ മാർഗം നമ്മൾ തെറ്റിക്കാൻ പാടില്ല. എന്താണ് പാറു? കോൺസെൻട്രേഷൻ തീരെ ഇല്ല. നിലാവ് തയ്ച്ചിട്ട് കുഴവല അളക്കല്ലേ? ഉത്തരവാദിത്ത ബോധം ഇല്ലാണ്ട്. അത് നമ്മുടെ ബിരിയാണി അരി. ഇത് 1 കിലോ ഉണ്ട് കേട്ടോ. 1 കിലോ അരിയാണ് നമ്മൾ എടുത്തിരിക്കണേ. നമ്മുടെ ബിരിയാണി അരി മൊത്തം കുടഞ്ഞ് നമ്മൾ അതിലേക്ക് ഊറ്റി. ഇന്ന് ഞാൻ ഒരു പറച്ചോറുണ്ണും, അല്ലെങ്കിൽ പുണ്ണാത്ത പോലെ. ഒക്കെ തുടച്ചാ മതി അവസാനം അമ്മ. വെള്ളം ഒഴിച്ചില്ല, മരിയട്ട്. എന്തൊരു പാടാ നോക്കിയത്. മോളാണ് 1 ലിറ്റർ വെള്ളം പോലെ ഒഴിക്കണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. മോൾക്ക് അങ്ങനത്തെ മന്നൂതിതരം കാണിക്കണ ശീലമില്ല. ആരാ മന്നൂതി എന്നുള്ളത് അറിയാം. എവിടെ കാണിച്ചാൽ എന്താ വിളിച്ചേ? ഇതെന്ത് എന്ത് കൈ വെച്ചപ്പോ അരി മൊത്തം പോയി. ബോധം എന്ന് പറയുന്ന സാധനം വേണം. അയ്യോ കുഞ്ഞുമോ, കുഞ്ഞുമോ. ഇനിയിപ്പോ തിളച്ച വെള്ളം എവിടെയെങ്കിലും ഒഴിക്കണം. അടുത്ത പ്ലാൻ അതാണ്. ഒഴിക്കാറേ മിക്സ് ചെയ്യണ്ടേ? ഓ, വാസന പറഞ്ഞോ, മല്ലിയിലയുടെ വാസന അടിക്കുന്നുണ്ട്. ഓ, കഴിക്കാൻ തോന്നുന്നുണ്ടല്ലോ. നീ ഓട്സും തക്കാളിയും കൂട്ടി അടിച്ചാൽ മതി. അടിച്ചോളാം. ഐ എം ഹെൽത്തി കുട്ടി. എന്നിട്ട് പുറത്തൊരു ഷാർട്ട് ഇല്ല. അത് നിന്റെ അച്ഛനും നീയും. ഇപ്പൊ അതൊന്നും നോക്കിട്ട് ഒരു കാര്യമില്ല. അമ്മയുടെ പോണെന്നെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യാൻ നിൽക്കണം. അത് പടി പിടിക്കും. അത്രേ വേണ്ടിയിരുന്നുള്ളൂ. നമ്മളൊന്ന് പറയണം ചേട്ടനോട് വേണമെന്ന്.
ഞാൻ ഒരു പോക്കങ്ങോട്ട് പോയാൽ പിന്നെ വരൂട്ടോ ഈ ഏരിയയില്. എവിടെ പോണ്? ആ പോയി ഞാൻ. വിശക്കുമ്പോ ഇങ്ങോട്ട് വരൂലേ? ഇല്ല. പിന്നെ വലിയ കാശില്ല. അമ്മേ ആക്ച്വലി തേങ്ങാപ്പാലിന് ആവശ്യമില്ല, വെറുതെ ആ തേങ്ങ അങ്ങോട്ട് അരച്ച് കേടാക്കിയപ്പോ സമാധാനായി. 1-ാം പാല് 2-ാം പാല് 3-ാം പാലൊന്നുമില്ല, ഒറ്റ പാല്. ഇനി നല്ല തിളച്ച വെള്ളം നമ്മള് ഗ്ലാസ് പൊട്ടും. നമ്മള് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. എത്ര ഗ്ലാസ് വെള്ളം വേണ്ടേ? 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. 1 ഗ്ലാസ് കൂടെ ഒഴിക്കും നമ്മള്. ഇപ്പൊ എത്രയാകെ? 2 ഗ്ലാസ്. 3 തേങ്ങാപ്പാലടക്കം 3. അമ്മയും മോളും ദേ പോണു. അതിനിപ്പോ മതിയായി. അതാണ് നമ്മുടെ മോമ്പാടി ഇടയ്ക്കിടയ്ക്ക് 3 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് പാലും ഒഴിച്ചത്. അല്ലാണ്ട് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇപ്പൊ 4 ഗ്ലാസ് വെള്ളം അല്ല 3.5 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് പാല് എന്തുവാ കാണിക്കുന്നേ? ഒഴിച്ചാ പോരെ. നല്ലപോലെ ഇളക്കി മിസ്ക്കണം. അല്ലാണ്ട് നിങ്ങളുടെ പോലെ മന്തിപ്പത്തരം ഞാൻ പറയില്ല. ഇതിലൊഴിച്ചേക്കണ എന്തൊക്കെയാ? 1 ഗ്ലാസ് പാലും 3.5 ഗ്ലാസ് വെള്ളവും. നിങ്ങൾ എന്താ പറയാ? 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ആ സൈഡിലുള്ളതൊക്കെ എടുക്കൂ. കളർഫുൾ ആയിട്ടുണ്ട്. കളർഫുൾ കണ്ണു വെച്ചമ്മേ തക്കാളി റൈസിന്റെ തീരുമാനം. എന്ത് തീരുമാനമായാലും കഴിക്കൂലേ? പിന്നെ മുന്നാട്ടിരുന്നൂടെ? ഒന്ന് ഉപ്പ് നോക്കും. ഇത്തിരി കൂടുതലാണെങ്കിലേ ഉള്ളൂ. കൂടിക്കണം, നല്ല വേവുമ്പോ കറക്റ്റാവും. അടച്ചു വെച്ചോളൂ. ഒന്ന് ഒരു തിള വരുമ്പോ നമുക്കിത് അടച്ച് ഒരു വിറ്റ് ഐസ്. അപ്പൊ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കശുവണ്ടി മുന്തിരി ഇപ്പൊ എടുക്കണില്ല, കഴിക്കാറാവുമ്പോ മതിയല്ലോ. അതെന്താ വറക്കാത്തതോ? ഏത്? 2 വറുത്തതാണോ? അത് 2 പാത്രത്തിലായിരുന്നില്ലേ? മല്ലിയിലയും കൂടെ മല്ലിയില കണ്ട കുനുകുനാന്ന് അരികച്ചക്കണേ കാണുന്നു. അപ്പൊ നമ്മുടെ ടൊമാറ്റോ റൈസ്, തക്കാളി സാദം റെഡി. നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. നമസ്തേ.